friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇഫ്താറിന് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കിന്റെ റെസിപ്പി ആയിട്ടാണ്. അതിനാവശ്യമായത് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 3 അത്യാവശ്യം പഴുത്ത നേന്ത്രപ്പഴമാണ്. ഇത് നമുക്കൊന്ന് ഫസ്റ്റ് വാട്ടിയെടുക്കാം. അതിനുശേഷം നമുക്ക് അണ്ടിയും കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് ഓയിലിൽ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അടുത്തതായി നമുക്ക് ഈ ഫ്രൈ പാനിൽ തന്നെ തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൻ്റെ കളർ മാറാതെ തന്നെ നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ ഏകദേശം 2 കപ്പ് തേങ്ങയാണ് എടുത്തത്. അതിനുശേഷം ഒരു 2 ഏലക്കായ് ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഏകദേശം ഒരു 3 കോഴിമുട്ടയാണ്. ഇനി നമുക്ക് ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഞാൻ ഏകദേശം 1 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്തത്. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി ഒരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് ഓയിൽ തടവിയതിന് ശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ച് കോഴിമുട്ട പകുതി ഒഴിച്ചു കൊടുക്കാം. ഇതിടുമ്പോൾ ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് ഇത് ചെയ്യാൻ. ഇനി അതിൻ്റെ മേലെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച പഴം ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് നമുക്ക് തേങ്ങ റോസ്റ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അണ്ടിയും കിസ്മിസും നേരത്തെ റോസ്റ്റ് ചെയ്തത് മേലെ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി നേരത്തെ ചെയ്തതുപോലെ പഴം വാട്ടിയത് ഇതിന് മേലെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം നമുക്ക് കവർ ചെയ്തിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് വെക്കാം. ഇനി ഇതിന് മേലേക്ക് നേരത്തെ ബാക്കിയുള്ള കോഴിമുട്ട ഇതുപോലെ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ഏകദേശം ഒരു 20 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബനാന കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇഫ്താറിനൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.